നമുക്ക് നമ്മളുടെ ജീവനേക്കാൾ വലുത് എന്തെന്നറിയുമോ? നമ്മുടെ ഈമാനാണ്. ഇവിടെ ചില സംഘടനകളുണ്ട്, അവരുടെ പണി എന്താണ്? ഏതെങ്കിലും പിന്നോക്ക മുന്നണിയുടെ സമരം വന്നാൽ കൂടിപ്പാടാൻ അവരുണ്ട്. ഏതെങ്കിലും ഗവൺമെന്റ് അവകാശ നിഷേധം വന്നാൽ സമരത്തിനിറങ്ങാൻ ആളുണ്ട്. മറ്റേതെങ്കിലും സമുദായ പ്രശ്നം വന്നാൽ തെരുവിലിറങ്ങാൻ ആളുണ്ട്. എന്നാൽ ജീവനേക്കാൾ വിലയുള്ള ഈമാനിനെ തെരുവിലിട്ട് കീറുമ്പോ അതിനെതിരെ മിണ്ടിയാൽ സമുദായ പ്രശ്നമായി പോകും എന്ന് ചിന്തിക്കുന്നവരുടെ ഈമാനിന്റെ കിടപ്പെവിടെ? സാധാരണക്കാരെ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഈ വിഷയത്തിൽ മൗനം ദീക്ഷിക്കാൻ കഴിയില്ല. അല്ലാഹു നൽകിയ ആയുസ്സും അല്ലാഹു നൽകിയ ആരോഗ്യവും അല്ലാഹു നൽകിയ അറിവും അവന്റെ ദീനിന്റെ പ്രചരണത്തിന് വിനിയോഗിക്കാനുള്ളതാണ്. കാരണം അല്ലാഹു തന്നത് തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു തടഞ്ഞത് തരാൻ ഒരു തമ്പുരാനും സാധ്യമല്ല. ഇങ്ങനെ ഒരു ഈമാൻ ഉണ്ടെങ്കിൽ ഒരു ഭയവും ഇവിടെ ആവശ്യമില്ല. അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസം തെരുവിലിട്ട് കീറുമ്പോഴും അതൊന്നും ഞങ്ങൾ കേൾക്കേണ്ടതില്ല. അതേ ആളുകൾ തന്നെ തെരുവിലിറങ്ങുന്നു അവകാശ സമരത്തിന്. അവരിറങ്ങുന്നു ചില സംവരണങ്ങളിൽ കൂടിപ്പാടാൻ, ചില സമരങ്ങളിൽ കൂടിയാടാൻ. അവർക്ക് അവരുടെ ഈമാനുമായി എന്ത് പ്രതിബദ്ധതയാണുള്ളത് എന്ന് വിനയത്തോടെ അവരോട് ചോദിക്കുകയാണ്. ഉണർന്ന് ചിന്തിക്കണമെന്ന് ഉമ്മത്തിനോട് പറയുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നത് ആരോടും പക തീർക്കാനല്ല, നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഈമാനിനെ തെരുവിലിട്ട് കീറിയപ്പോൾ അത് ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇത് പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഭയക്കേണ്ടത് ആരേ ഉള്ളൂ? ലോകരക്ഷിതാവായ അല്ലാഹ്. അവൻ രക്ഷിക്കുന്നവരെ ശിക്ഷിക്കാനോ അവൻ ശിക്ഷിക്കുന്നവരെ രക്ഷിക്കാനോ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല. പിന്നീടൊരു കാര്യം, അല്ലാഹു കഴിവ് തരുന്നിടത്തോളം കാലമേ പറയേണ്ടതുള്ളൂ. എല്ലാ കഴിവിന്റെയും അധിപൻ റബ്ബാണ്. എല്ലാ കഴിവിന്റെയും ഉടമ റബ്ബാണ്. എല്ലാം നൽകുന്നവൻ ഖാലിഖായ റബ്ബാണ്. അവൻ തരാത്തതൊന്നും നമുക്കില്ലെന്ന വിശ്വാസമുള്ളവരാണ്.